ഗാന്ധി പ്രതിമയെ അപമാനിച്ച സംഭവത്തിൽ എസ്എഫ്ഐ നേതാവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ആലുവ ഭാരത് മാതാ ലോ കോളേജ് വിദ്യാർത്ഥി അദീൻ നാസറിനെ എടത്തല പോലീസാണ് അറസ്റ്റ് ചെയ്തത്. അബദ്ധം പറ്റിയതാണെന്ന് അദീൻ നാസർ പോലീസിന് മൊഴി നൽകി. അറസ്റ്റിന് ശേഷം ജാമ്യത്തിൽ വിട്ടു. ക്രിസ്മസ് ആഘോഷത്തിനിടെയാണ് കോളേജിലെ ഗാന്ധി പ്രതിമയിൽ അദീൻ നാസർ കറുത്ത കണ്ണട അണിയിച്ചത്. ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. സംഭവത്തിൽ രാഷ്ട്രപിതാവിനെ പൊതുമധ്യത്തിൽ അപമാനിച്ചെന്നാരോപിച്ച് കെഎസ്യു നൽകിയ പരാതിയിലാണ് എസ്എഫ്ഐ നേതാവിനെതിരെ നടപടി. ഡിസംബർ 21-ന് കോളേജിൽ നടന്ന ക്രിസ്മസ് ആഘോഷത്തിനിടെയാണ് എസ്എഫ്ഐ യൂണിറ്റ് സെക്രട്ടറി അദീൻ നാസർ ഗാന്ധി പ്രതിമയിൽ കറുത്ത കണ്ണട ധരിപ്പിച്ചത്. ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങൾ വഴി പ്രചരിച്ചിരുന്നു. രാഷ്ട്രപിതാവിനെ പൊതുമധ്യത്തിൽ അപമാനിച്ചെന്നും കർശന നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് അദീൻ നാസറിനെതിരെ കെഎസ്യു പരാതി നൽകി. കെഎസ്യു സംസ്ഥാന ജനറൽ സെക്രട്ടറി അൽ അമീനാണ് എടത്തല പോലീസിൽ പരാതി നൽകിയത്. അതേസമയം അദീൻ നാസറിനെ യൂണിറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് 1 മാസം മുൻപ് പുറത്താക്കിയെന്ന് എസ്എഫ്ഐ ആലുവ ഏരിയ കമ്മിറ്റിയുടെ പ്രസ്താവന. ഏരിയ കമ്മിറ്റിയുടെ പ്രസ്താവനയിൽ പറയുന്ന കാര്യങ്ങൾ വസ്തുതാ വിരുദ്ധമാണെന്നും അദീൻ നാസർ നിലവിൽ എസ്എഫ്ഐ യൂണിറ്റ് സെക്രട്ടറിയാണെന്നും കെഎസ്യു സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ പരാതിയിൽ അദീൻ നാസറിനെതിരെ എടത്തല പോലീസ് കേസെടുത്തു. റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.